വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടത്തൈൺ ഉപയോഗിക്കുന്നത് ഒരു ട്രെൻഡാണ്. ഇത് ആക്ച്വലി സേഫ് ആണോ? ഗ്ലൂട്ടത്തൈൺ അത്ര സേഫ് ആയിട്ടൊരു മെഡിസിൻ അല്ല. അപ്പം ഇത് അൺസേഫ് ആയിട്ടുള്ള ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ലൈക്ക് കിഡ്നി ഡിസീസ്, ക്രോണിക് ആയിട്ട് ഇൽനെസ് ഉള്ള ആൾക്കാർക്കായിരുന്നു ഇത് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് ആസ്മാറ്റിക് ആൾക്കാർക്ക് നമുക്ക് ഗ്ലൂട്ടത്തൈൺ അണ്ടർ എക്സ്പേർട്ട് സൂപ്പർവിഷൻ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ് ആൾക്കാർ, ഇവർക്കൊന്നും ഗ്ലൂട്ടത്തൈൺ സേഫ് അല്ല. ഗ്ലൂട്ടത്തൈൺ ഒരു സേഫ് ആയിട്ടുള്ള മെഡിസിൻ ആണെന്ന് വിചാരിച്ച് വെളുക്കാൻ വേണ്ടി മാത്രം പോയി ഗ്ലൂട്ടത്തൈൺ എടുക്കുന്നത് പ്രശ്നങ്ങളുണ്ടാക്കും, ലോങ് ടേം എഫക്റ്റ് ആയിട്ട്. അത് ശരി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഫുഡിൽ തന്നെ നമുക്ക് ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് കിട്ടും. ലൈക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടും. ഇപ്പോൾ ഒരു IV അല്ലെങ്കിൽ ഒരു നമുക്ക് ഇൻറ്റേർണലി എടുക്കാൻ പറ്റിയ സപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിച്ച് ആണ് ചോദിച്ചതെങ്കിൽ ഗ്ലൂട്ടത്തൈൺ പോലെ തന്നെ അല്ലെങ്കിൽ അതിലും പവർഫുൾ ആയിട്ടുള്ള പല പല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ലൈക്ക് NAD എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം ഒരു വെൽനസ് ഡ്രിപ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. അപ്പം NAD എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലുലാർ എനർജൈസറാണ്. സെല്ലിൻ്റെ ഒരു കറൻസി, ഒരു മെറ്റബോളിക് കറൻസിയാണ് ATP. ഇത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മെറ്റബോളൈറ്റ് ആണ് NAD. നിക്കോട്ടിനമൈഡ് ഡൈന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞൊരു പദാർത്ഥമാണ്. അപ്പോൾ ഇത് നമുക്ക് IV ആയിട്ട് എടുക്കാൻ പറ്റും. ഓറലി നമുക്കിത് ഈ ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ ഒരു പ്യൂരിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ IV NAD ആണ് ഈ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. ലൈക്ക് പെർഫോമൻസ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ ഡോക്ടറെ? നമ്മുടെ ഡെയിലി പ്രൊഡക്ടിവിറ്റി, നമ്മളിപ്പോൾ ഒരു 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ 8 മണിക്കൂറിലെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഇതാണ് ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു CEOs ആ ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സമയം നമ്മുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ എന്ന കാര്യങ്ങളാണ് ഈ സെല്ലുലാർ എനർജൈസേഴ്സ്. അതിൽ വരുന്നതാണ് ഈ NAD ഒക്കെ. അതെ, ഇതൊക്കെ നമുക്ക് പക്ഷേ ഓൺലൈനിൽ കിട്ടുന്നതൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്, ഈ ഓൺലൈൻ കിട്ടുന്ന ഗ്ലൂട്ടത്തൈൺ അല്ലെങ്കിൽ ഓൺലൈൻ കിട്ടുന്ന NAD എല്ലാം വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവും. ഇതിലുള്ള ഒരു അതർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് IV കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യെങ്കിലും ഇതിന് അതിൻ്റെതായിട്ടുള്ള ആ ഒരു എടുക്കുന്ന സമയത്തുള്ള സൈഡ് എഫക്ട്സ് മാനേജ് ചെയ്യാൻ ഒരു എക്സ്പെർട്ട് ക്ലിനീഷ്യൻ വേണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മാത്രമേ നിങ്ങൾ ഇതെല്ലാം എടുക്കാൻ പോകാറുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അല്ലേ? ഒരു ഡോക്ടർ സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വെൽനസ് ഡ്രിപ്സ് എന്ന് പറയുന്നത് തന്നെയും നമുക്ക് ഐഡിയലി ഒരു പ്രിസിഷൻ വെൽനസ് ഡ്രിപ്സ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് മെറ്റൽ അല്ലെങ്കിൽ ഏത് മിനറലാണ് നിങ്ങൾക്ക് ഡെഫിഷ്യൻറ്റ്, നിങ്ങൾക്ക് ഏത് മിനറലാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് വേണം നിങ്ങളുടെ വെൽനസ് ഡ്രിപ്സ് ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാതെ എല്ലാം ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ചെയ്തൊരു കോക്ടെയിൽ തരുന്ന രീതിയിലുള്ള ഒരു വെൽനസ് ഡ്രിപ്സ് ഒരിക്കലും എല്ലാവർക്കും ശരിയാവില്ല.